ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പച്ചമുളക് വിളവെടുക്കാനുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാവേ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, അതുപോലെ കൃഷി താല്പര്യമുള്ള നമ്മുടെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ, പരിചയത്തിലുള്ളവരുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. ഇന്ന് നമുക്ക് വിളവെടുക്കാനുള്ളത് ഈ നിൽക്കുന്ന മുളകിൽ നിന്നാണ്. ഇത് കുറേ കാലമായിട്ട് വിളവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഞാനുണ്ടല്ലോ വേറെ മുളകിൻ്റെ തൈകൾ നട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് നമ്മൾ മാറ്റി നട്ടിരിക്കുന്ന ചെടി. ഇതിപ്പം മാറ്റി നട്ട് പതുക്കെ ചൂട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, പറ്റുമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഇച്ചിരി വിസ്താരമുള്ള പാത്രത്തിനകത്തൊക്കെയാണ് നമ്മൾ നടുന്നതെങ്കിൽ കുറച്ചുകൂടി ദൂരോട്ടുള്ള മണ്ണിനെ നമുക്കിതുപോലെ ചെടിയുടെ ചുവട്ടിലേക്ക് അടുപ്പിച്ച് കൊടുക്കാവേ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഇത് സ്യൂഡോമോണാസ് ആണേ. ഇതിൻ്റെ ഒരു സ്പൂൺ എടുത്ത് ഇത് ഏകദേശം 1 ലിറ്ററോളം വെള്ളമുണ്ട്. അപ്പം ഞാൻ ഈ വെള്ളത്തിനകത്തോട്ട് ഇതിനെ കലക്കുവാണേ. കണ്ടോ? അപ്പം ഇതുപോലെ കലക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മളിതിവിടെ കലക്കി വെച്ചേ. അപ്പോൾ ഈ ചെറിയ ചെടി ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ചുവട്ടിലോട്ട്, ഇത് നമ്മൾ അടിച്ചു വരുമ്പം വെക്കുന്ന കരിയിലയാണേ. അപ്പോൾ ചുവട്ടിലെ നനവും തണുപ്പും ഈർപ്പവും ഒക്കെ നിലനിൽക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇതുപോലെ കുറച്ച് ഉണങ്ങിയ ഇലകൾ, അത് കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം കേട്ടോ. ഞാനിപ്പോൾ എനിക്കിവിടെ കുറച്ചായതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ സൗകര്യാനുസരണം ചെയ്യാം. ഇത് ചെറിയ ഉണങ്ങിയ കമ്പുകളൊക്കെ കൂടെ പൊടിഞ്ഞതാണ്, അതൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ചുവട്ടിൽ നനവും തണുപ്പും നിലനിർത്തണം. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, ഇത് സ്യൂഡോമോണാസ് കലക്കിയ വെള്ളമാണ്. ഈ സ്യൂഡോമോണാസ് കലക്കി ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളം ഈ ഇലകളിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനും നമ്മൾ ഇതേപോലെ തന്നെ കരിയിൽ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സൗകര്യത്തിനുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കുക ചെയ്തത് കേട്ടോ. ഇങ്ങനെ വേണം ചെയ്തു കൊടുക്കാൻ. ഇപ്പം നമ്മൾ കാണിച്ച കുഞ്ഞു ചെടിയില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ വളർന്ന് പൂവിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ്. നീല നിറത്തിലുള്ള പൂക്കളൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ ഏത് തരത്തിലുള്ള മുളകാണെന്ന് നമുക്ക് കായ്ച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. പലതരത്തിലുള്ള മുളക് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ചോട്ടി കണ്ടോ, ഇതുപോലെ ഞാൻ ഉണങ്ങിയ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ചുവടിപ്പോൾ ഇളക്കുന്നില്ല. സാധാരണയായിട്ട് ബാക്ടീരിയൽ വാട്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ചെടിയുടെ ചുവട് ഇളക്കുമ്പം. വേര് പൊട്ടിപ്പോയാൽ മുളകിനെ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചാണകപ്പൊടിയുടെ കൂടെ കുറച്ച് ട്രൈക്കോഡെർമയാണ് നമ്മളിടുന്നത്. കാരണം ഈ മുളക്, വഴുതന, വെണ്ട പോലെയുള്ള ചെടികളെല്ലാം പെട്ടെന്ന് ബാക്ടീരിയൽ വാട്ടം അല്ലെങ്കിൽ ദ്രുതവാട്ടം വന്നിട്ട് നശിച്ചു പോകുന്ന ചെടികളാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ഈ ചാണകപ്പൊടിയുടെ കൂടെ കുറച്ച് ട്രൈക്കോഡെർമയും കൂടെ ഇട്ടിട്ട് ഇളക്കുവാണേ. കണ്ടോ? ഇങ്ങനെ ഇളക്കിയിട്ട് ഞാൻ ചെയ്യുന്നത്, ഈ ചെടിയുടെ ചുവട്ടിലോട്ട് വെറുതെ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കണ്ടോ? നമ്മളിട്ടിരുന്ന കരിയിലയുടെ മുകളിലോട്ടാണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ വളമിട്ടതിന് ശേഷം ചെയ്യുന്നത്, അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിടുവാണേ. ഞാൻ ചെയ്യുന്നത് നമ്മുടെ പോട്ടിംഗ് മിക്സ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ മണ്ണിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട്, ഇത് നമ്മുടെ ഉണങ്ങിയ ഇലകളാണേ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലും ഉണങ്ങിയ ഇലകളുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂട് കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് വലിപ്പപ്പെടുത്തി വെക്കുവാണേ. എന്നിട്ട് കുറച്ച് ഇലകൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇടും. അതിപ്പോൾ ഉണങ്ങിയ ഇലയോ ശീമക്കൊന്നയുടെയൊക്കെ പോലെയുള്ള പച്ച ഇലകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് അതിനേക്കാളും കുറച്ചും കൂടെ വലുതായി കായകളുണ്ടായി തുടങ്ങിയതാണേ. ഇതിൻ്റെ കാ കണ്ടോ, പച്ചയും കറുപ്പും കൂടെ ചേർന്നാണ്ട്. ഇതിൻ്റെ ഒരു വശം പച്ച നിറാണേ, കണ്ടോ, ഒരു വശം കറുപ്പും. എന്തൊക്കെ സൗന്ദര്യബോധങ്ങളാണ് മുളകിനല്ലേ. നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. അപ്പം നമ്മൾ ചെയ്യുന്നത്, ഇതിനും നമ്മൾ ആ മറ്റേ ചെടിക്ക് ചെയ്തതുപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ ഇലകളും ഇട്ട് ഈ വളവും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഇതേപോലെ കുറച്ച് വളം, ഇപ്പം ചാണകപ്പൊടി ആയത് കാരണം നമുക്കതിനെ ചേർത്ത്, ഇപ്പം തണ്ടയിലോട്ട് തന്നെ ചേർന്ന് വീണാലും ഒരു കുഴപ്പമില്ല. ഇതിനകത്തുണ്ട് കുറച്ച് കളയൊക്കെ വളർന്നിട്ടുണ്ട്. നമ്മളൊരു ചെടി നട്ട് വളം ഇട്ട് കൊടുത്താലും വെള്ളം ഒഴിച്ചു കൊടുത്താലും വളരുകയില്ല. പക്ഷേ കളയാണെങ്കിൽ നല്ലപോലെ വളരും. ഇനി നമ്മൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ കള വളരത്തില്ല. നല്ലതായിട്ട് നിൽക്കുന്നതാണ് ഈ ചെടി. അവിടെ ഇവിടെയെല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? നമ്മളിങ്ങനെ
പറഞ്ഞ് നമ്മുടെ വിളവെടുക്കാനുള്ള മുളകിൻ്റെ അടുത്തെത്തിയേ. അപ്പം നമുക്കിതിൻ്റെ മുളക് വിളവെടുക്കാം. ഇതിൽ പച്ചയും പഴുത്തതുമായിട്ടുള്ള മുളകുണ്ട്. നമുക്കിത് നോക്കിയാൽ അറിയാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഴുത്തതും നിപ്പുണ്ട്, അതുപോലെ പച്ചയും നിപ്പുണ്ട്. പച്ചയും പഴുത്തതും മാത്രമല്ല, കുറച്ച് മുളക് ബുള്ളറ്റ് മുളകാണ്, കുറച്ച് മുളക് നീളമുള്ള മുളകാണ്. അപ്പം നമുക്ക് അവരെ ഒരു സൈഡിൽ നിന്ന് പറിച്ചു തുടങ്ങാം. ഇപ്പോൾ ഇത് ഇവിടോട്ട് നോക്കിയാൽ കണ്ടോ, ഇത് ബുള്ളറ്റ് മുളകാണേ, കണ്ടോ, അതിൻ്റെ തന്നെ പഴുത്ത് കിടക്കുന്നതാണേ. അയ്യോ, കമ്പൂടെ പോകും. ശരിക്കും സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ ഈ മുളകിൻ്റെ കമ്പൊടിഞ്ഞു പോകും. അങ്ങനെ കമ്പൊടിഞ്ഞു പോയാൽ പിന്നെ കായ്കൾ ഉണ്ടാകണമെങ്കിൽ കുറച്ചും കൂടെ താമസം പിടിക്കുവേ. അപ്പം എന്തേ ഇത് കണ്ടല്ലോ നിൽക്കുന്നത്, ഇത് ഇഷ്ടം പോലെ മുളക് ഇവിടെ ഉണ്ട്. അപ്പം ഞാനിത് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കുവാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സമയം അത്രയും നോക്കി ഇന്ന് കളയണമെന്നില്ല. ഞാനിത് പറിച്ചെടുത്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഇതേലെ മുളക് നമ്മൾ കുറച്ചൊക്കെ വിളവെടുത്തിട്ടുണ്ടേ. പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ബുള്ളറ്റ് മുളകാണ് നിൽക്കുന്നത്, കണ്ടോ, ഇതിൻ്റെ മുളകേല മുളക് കണ്ടോ. അതുപോലെ ഇതൊരു തൊണ്ടൻ മുളകെന്നോ ഉണ്ടമുളകെന്നോ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. വേണേൽ ചില്ലി ബ്യൂട്ടി ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. കണ്ടോ, എന്നാന്ന് പറഞ്ഞാലും മുളകിൻ്റെ ഭംഗി സൗന്ദര്യമല്ലേ വരത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു 1-2 കൂടെ നമുക്ക് പറിക്കാവേ. കണ്ടോ, സായിപ്പ് പോലെ ചുക്കിച്ചുളിഞ്ഞൊക്കെ, അയ്യോ ചുക്കിച്ചുളിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. ഈ സായിപ്പുങ്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നേരത്തെ, അതുപോലെ കണ്ടോ. ഞാനിത് മുഴുവനൊന്നും പറിക്കുന്നില്ല, കുറച്ച് പറിച്ചേക്കാം. അപ്പം കണ്ടോ, നല്ല ഒരു മുളകാണ് കേട്ടോ. ഇത് നമുക്ക് സാമ്പാറിനൊക്കെ ഇടാൻ പറ്റുമേ. സാമ്പാറിനകത്തൊക്കെ ഇടുന്ന ഒരിനം മുളകാണിത്. അപ്പം ഞാൻ കുറച്ച് പറിക്കും. അത് ഓരോ കമ്പയിലൊക്കെ കണ്ടോ, ഇതിലോട്ട് നോക്കി, കണ്ടോ, ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാകും ഒരു കമ്പയിൽ തന്നെ. അപ്പം ഞാൻ ഇത്രയും എണ്ണം മാത്രം ഇതിൽ നിന്ന് പറിക്കുവാണേ. കണ്ടോ, കുറച്ചെണ്ണം മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളേ. ഈ മുളകിൽ നിന്ന് ഞാൻ പഴുത്തത് മാത്രം പറിക്കാം, പച്ച അവിടെ കിടക്കട്ടെ. എല്ലാം കൂടെ നമ്മൾ പറിച്ചുകൊണ്ട് പോയിട്ട് തീരണ്ടേ. ഇനി ഇങ്ങനെ നമുക്ക് മുളക് കിട്ടുന്ന അവസരത്തിലാണ് നമ്മൾ മുളക് സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞെടുപ്പെല്ലാം അടത്തിക്കളയണം കേട്ടോ. ഞെടുപ്പെല്ലാം അടത്തിക്കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനകത്തോ തുണിക്കകത്തോ പൊതിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കുന്ന ബോക്സുകളില്ലേ, അതിനകത്തിട്ട് അടച്ചു വെച്ചാൽ കുറേ നാൾ നമുക്ക് മുളക് ഉപയോഗിക്കാൻ പറ്റുമേ. ഇനി നമുക്ക് ഇതിനകത്തെ പഴുത്ത നിറത്തിലുള്ള മുളകില്ലേ, ഇതിനെയൊക്കെ നമുക്ക് വാട്ടി വെയിലത്തിട്ട് ഉണങ്ങി വറ്റൽ മുളകാക്കി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ മുളക് വിളവെടുത്തത് ഇതിനകത്തു നിന്നാണേ. അപ്പം ഞാൻ കുറച്ച് വളവും കൂടെ ഇട്ട് കൊടുക്കുക, കണ്ടോ, ഇങ്ങനെ കുറച്ച് വളവും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇപ്പം നമുക്ക് വിളവെടുത്തപ്പം ഇതുപോലെ മുളകാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ മുളക് കിട്ടാൻ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ മുളക് ചെടിക്ക് ചെയ്തതെന്ന് അറിയാൻ താല്പര്യമുള്ളവർ എനിക്കൊന്ന് കമൻ്റ് ഇട്ടാൽ മതി. ഞാനത് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇത് എന്തുമാത്രം മുളകുണ്ടെന്നൊന്ന് വെയിറ്റ് നോക്കാവേ. അപ്പം നമുക്ക് ഈ മുളക് എന്തോരം ഉണ്ടെന്നൊന്ന് വെയിറ്റ് നോക്കാവേ. അപ്പോൾ നീഡിൽ പോകുന്ന കണ്ടോണം, കണ്ടോ, 1 കിലോ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോ മുളകാണുള്ളത്. ഇപ്പം നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് മുളക് വിളവെടുക്കുകയാണെങ്കിൽ ഇതേപോലെ 1 കിലോയിലധികം മുളക് ഇനിയും വിളവെടുക്കാൻ നമ്മുടെ തോട്ടത്തിലുണ്ട്. അപ്പം നിങ്ങളും മുളകൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു സ്വർഗമായിട്ട് ചില്ലി ജാസ്മിനെ കൂടെ പരിഗണിക്കുമോ? അപ്പം നമ്മൾ മുളകിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. നമ്മുടെ മുളക് ചെടിയിലുണ്ടല്ലോ, ഇങ്ങനെ ധാരാളം മുളകുണ്ടായി നിൽക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വിളവെടുത്ത് മാറ്റിക്കോണം. അല്ലെങ്കിൽ നമ്മുടെ മുളക് ചെടിയുടെ ആരോഗ്യത്തിന് ദോഷമാണ്. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.